യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരിൽ തുടർച്ചയായി രോഗം വരുമ്പോൾ, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വീഴുമ്പോൾ, വലിയ കഷ്ടതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ജനസമൂഹം വിധി എഴുതി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നടന്നിട്ട്, അതായത് നിരന്തരം ആരാധനയും ദൈവവചനവുമായി നടന്നിട്ട് ഇയാൾ ദൈവത്തിന് നിരക്കാത്തത് എന്തോ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്, ദൈവകോപമാണ് ഇയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 3-ാം തിരുവചനം മുതൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ കപ്പലപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തണുപ്പ് മൂലം വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി പൗലോസിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങി. ഇത് കണ്ട ബർബരന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സംസ്കാരമുള്ളവരും ഗ്രീക്കുകാരല്ലാത്തതുമായ സമൂഹത്തെ ഗ്രീക്കുകാർ വിളിച്ചിരുന്നതാണ് എന്നറിയുന്നു ബർബരന്മാർ എന്ന്. അവർ പറഞ്ഞു, ഇവൻ കൊലപാതകൻ, സംശയമില്ല. അതുകൊണ്ടാണ് കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിക്കുവാൻ സമ്മതിക്കാതെ ഇങ്ങനെ സംഭവിച്ചത്. അതായത് അണലി കടിച്ചത്. തന്മൂലം അവൻ വീർക്കുന്നതും അവന്റെ മരണവും കാണാൻ കാത്തു നിന്നവരുടെ മുന്നിൽ അണലിയെ കുടഞ്ഞു കളഞ്ഞ് ഒരു പോറൽ പോലും ഏൽക്കാതെ ധൈര്യത്തോടെ നിന്നെങ്കിൽ, നിന്റെ ജീവിതത്തില് നിന്റെ തകർച്ച കാണാൻ, നിന്റെ നാശം കാണാൻ കാത്തു നിൽക്കുന്നവരുടെ മുന്നിൽ നീ വിജയശ്രീലാളിതനായി നിന്നെ നടത്തുന്ന, വിജയത്തോടെ നിർത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.